സർക്കാരുമായി തുറന്ന പോരിന് ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത. വിജിലൻസ് ക്ലിയറൻസ് പിടിച്ചുവച്ചതിനെതിരെ നിയമ നടപടികളുമായി ഫയർഫോഴ്സ് മേധാവി രംഗത്ത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഹർജി നൽകി. കേന്ദ്ര നിയമനം തടയാൻ ശ്രമമെന്നും സർക്കാരിനെതിരെ പരാതി. DGP പദവിയിലുള്ള യോഗേഷ് ഗുപ്തയുടേത് ചട്ടലംഘനമെന്ന് സർക്കാർ വാദം. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനുള്ള വിജിലൻസിന്റെ സ്ഥിതിവിവര റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാത്തതിനെതിരെയാണ് അഗ്നിരക്ഷാസേനാ മേധാവിയായ DGP യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരിനെതിരെ നിയമപോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചതെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് യോഗേഷ് ഗുപ്ത. കഴിഞ്ഞ മാസം 27-നാണ് ഹർജി സമർപ്പിച്ചത്. റിപ്പോർട്ട് കൈമാറിയില്ലെന്ന കടുംപിടുത്തം സർക്കാർ തുടരുന്ന സാഹചര്യത്തിലാണ് IPS അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ യോഗേഷിന്റെ നീക്കം. സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തത്. കേന്ദ്ര സർവീസിൽ DGP-ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസിന്റെ ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തും ഇമെയിലും വഴി 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ലെന്നും ഉദ്യോഗസ്ഥനെന്ന നിലയിലുള്ള വളർച്ച തടയാൻ ലക്ഷ്യമിട്ടാണിതെന്നും അദ്ദേഹം ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ ആയുധമാക്കി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷ സേവന കാലയളവിലെ വിശദാംശങ്ങൾ ആരാഞ്ഞ് അടിയന്തരമായി ലഭ്യമാക്കുക എന്ന നിർദ്ദേശത്തോടെ ഈ വർഷം ഏപ്രിലാണ് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ്യിൽ തനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അന്നത്തെ പോലീസ് മേധാവി S. ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സർക്കാർ അത് പിടിച്ചുവെച്ചെന്നും ഹർജിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ അപേക്ഷ നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. DGP നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും അതും നിഷേധിക്കപ്പെട്ടു. തന്നെ ദ്രോഹിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മറ്റു മാർഗമില്ലാതെയാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചതെന്നും യോഗേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഉത്തരവിടണമെന്നും പിഴ ചുമത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.